നമ്മുടെ യാത്ര ലോകത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്കായ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിലേക്കാണ്. ഇവിടെ എൻട്രി ഫീ ഉണ്ട്. അത് നമുക്ക് ഇവിടെ എൻട്രൻസിൽ ഗേറ്റിൽ എടുക്കാം. $35 പെർ വെഹിക്കിൾ. അത് 7 ദിവസത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ രാവിലെ തന്നെ പാർക്കിൻ്റെ ഉള്ളിൽ എൻട്രി ചെയ്തു. ഇന്ന് മൊത്തം ഒരു ഫോഗി ഡേ ആണ്. ഇന്നലെ നല്ല മഴയായിരുന്നു. അതിൻ്റെയും പിന്നെ ഇവിടുത്തെ ഹോട്ട് സ്പ്രിങ്ങിൽ നിന്ന് വരുന്ന സ്റ്റീംസും എല്ലാം കാരണമാണ്. 1872 ഈ നാഷണൽ പാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്. US-ലെ 3 സംസ്ഥാനങ്ങളിലായിട്ടാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്: ഐഡഹോ, മൊണ്ടാന, വയോമിങ്. മെജോറിറ്റി സ്ഥിതി ചെയ്യുന്നത് വയോമിങ്ങിലാണ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഫൗണ്ടൻ പെയിൻ പോണ്ട്സ് എന്ന് പറയുന്ന ഏരിയയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഗീസേഴ്സ്, ഹോട്ട് സ്പ്രിങ്, മഡ് സ്പോട്ട് എല്ലാം ഒരേ സ്ഥലത്ത് തന്നെ ഉണ്ട്. ഇത് മഡ് പൂൾസ് ആണ്. ഇതിൽ നിന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാം ഈ ബബിൾസ് ഇങ്ങനെ വരുന്നത്. യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗീസേഴ്സും ഹോട്ട് സ്പ്രിങ്സും ആണ്. ലോകത്തിലെ തന്നെ ഗീസേഴ്സിൻ്റെ പകുതിയിലധികവും സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഈ യെല്ലോസ്റ്റോണിലാണ്. ഇതിൻ്റെ അടിയിൽ ഒരു ആക്റ്റീവായിട്ടുള്ള സൂപ്പർ വോൾക്കാനോയുണ്ട്. അതിൻ്റെ ചൂടിൻ്റെ ശക്തിയിലാണ് ഈ ഗീസേഴ്സും ഹോട്ട് സ്പ്രിങ്ങും മഡ് സ്പോട്ട്സും ഈ സ്റ്റീം എല്ലാം അതിൽ നിന്ന് വരുന്നത്. പിന്നെ ഇതിലൂടെ നടക്കുമ്പം നമുക്ക് സൾഫറിൻ്റെ ഒരു സ്ട്രോങ് സ്മെല്ല് ഫീൽ ചെയ്യും. ഒരു ചീഞ്ഞ മുട്ടയുടെ മണം. ഭൂമിക്കടിയിലെ ചൂടിൻ്റെയും ഈ വോൾക്കാനിക് ആക്ടിവിറ്റിയുടെയും ഒരു റിസൾട്ടാണ് ഈ സ്മെല്ല്. പിന്നെ ഇവിടെ എല്ലായിടത്തും സേഫ്റ്റി വാർണിംഗ് മെസ്സേജസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ബോർഡ് വാക്കിൽ മാത്രമേ നടക്കാൻ പാടുള്ളൂ. കാരണം ഇവിടുത്തെ സർഫസ് എന്ന് പറയുന്നത് ഭയങ്കര ചൂടും സോഫ്റ്റും ആണ്. അപ്പോൾ ചൂടുവെള്ളത്തിൽ വീണാലുള്ള അവസ്ഥ നമുക്കറിയാലോ. ഈ കാണുന്നത് ഒരു ബോയിലിംഗ് ഹോട്ട് സ്പ്രിങ് ആണ്. വെള്ളം തിളക്കണതിൻ്റെ സൗണ്ട് കേട്ടോ. നമ്മളിതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ആ ചൂട് നമുക്ക് ഫീൽ ചെയ്യാം. കാറ്റടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലേക്ക് നന്നായിട്ട് ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസറിൻ്റെ ഇറപ്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് എല്ലാ ദിവസവും ആവറേജ് ഓരോ 60 to 90 മിനിറ്റ്സ് ഇൻ്റർവെല്ലിൽ ഇതിൻ്റെ ഇറപ്ഷൻ നടക്കും. ഇതിൻ്റെ പേര് ഓൾഡ് ഫെയ്ത്ത്ഫുൾ എന്ന് വന്നത് തന്നെ അതിൻ്റെ ഈ റിലയബിലിറ്റി കാരണമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ ബോയിലിംഗ് വാട്ടർ ഒരു 100 അടി ഉയരത്തിൽ വരെ എത്തും. പിന്നെ സയൻറ്റിസ്റ്റ് ഇതിൻ്റെ ഇറപ്ഷൻ ടൈം പ്രഡിക്റ്റ് ചെയ്യണത് പ്രീവിയസ് ഇറപ്ഷൻ ഇൻ്റർവെൽസും അതിൻ്റെ ഡ്യൂറേഷനും കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. ഈ ഗീസേഴ്സും ഹോട്ട് സ്പ്രിങ്സും എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പ്രഷർ കുക്കറുമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ മതി. കുക്കറിൽ വെള്ളം ചൂടാക്കുമ്പം സ്റ്റീം ബിൽഡ് ചെയ്യും. ലിഡിൽ വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റീം വെളിയിലേക്ക് പോകില്ല. പ്രഷർ ഒരു ലെവൽ എത്തിക്കഴിയുമ്പോഴാണ് അത് റിലീസ് ചെയ്യുന്നത്. അതുതന്നെയാണ് യെല്ലോസ്റ്റോണിലും. ഭൂമിയുടെ അടിയിൽ ആ വോൾക്കാനോയുടെ ചൂട് കാരണം അതിൻ്റെ ഉള്ളിലെ വെള്ളം നല്ല ചൂടായിട്ട് മാറും. അപ്പോൾ ഈ ഭൂമിയുടെ ഉപരിതലം അടഞ്ഞിരിക്കണ കാരണം അവിടെ കിടന്ന് പ്രഷർ ബിൽഡ് ചെയ്ത് ഒരു ലിമിറ്റിലെത്തുമ്പോഴത്തേക്കും വാട്ടറും സ്റ്റീമും നല്ല ശക്തിയായിട്ട് പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യും. അതാണ് നമ്മൾ ഗീസർ ഇറപ്ഷനായിട്ട് കാണുന്നത്. പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്ന മനോഹരമായ ഒരു കാഴ്ചയാണിത്. കാണേണ്ടത് തന്നെ. മോർണിംഗ് ഗ്ലോറി പൂൾ പ്രകൃതിയുടെ മനോഹരമായ മറ്റൊരു കാഴ്ച. നല്ല കളർഫുള്ളായ ഒരു ഹോട്ട് സ്പ്രിംഗ് ആണിത്. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് അപ്പർ ഗീസർ ബേസിനാണ്. യെല്ലോസ്റ്റോണിലെ ഏറ്റവും ആക്റ്റീവ് ഗീസർ ഏരിയ ആണ് ഇത്. ധാരാളം ഗീസറുകളും കളർഫുള്ളായിട്ടുള്ള ഹോട്ട് സ്പ്രിങ്സും ഇവിടെ കാണാം. ഇതിനൊക്കെ ഓരോ പേരുകളും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഹിസ്റ്ററി, അപ്പിയറൻസ്, ബിഹേവിയർ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നെയിം ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാനല്ലേ. ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 90 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അതിലേക്ക് വീണാലുള്ള കാര്യം ഒന്ന് ഓർത്ത് നോക്ക്.
ഇതിൻ്റെ സൗണ്ട് നോക്ക്, ഭൂമിക്ക് അടിയിൽ നിന്ന് വരുന്ന സൗണ്ടാണ്. പിന്നെ ഇവിടുത്തെ ഈ വൈബ്രൻറ്റ് കളേഴ്സിൻ്റെ കാരണം എന്ന് പറയുന്നത് ചൂടുവെള്ളം മിനറൽസ് ലൈക്ക് സൾഫർ, അയൺ, കോപ്പർ എന്നിവയായിട്ട് മിക്സ് ചെയ്തും പിന്നെ അതിൻ്റെ ഉള്ളിൽ തെർമോഫിലിക് ബാക്ടീരിയയും മൈക്രോബ്സും കാരണം അതും സെറ്റിൽ ചെയ്ത് ഇതെല്ലാം കാരണമാണ് ഈ വൈബ്രൻറ്റ് കളേഴ്സ് വരുന്നത്. അപ്പോൾ ഭയങ്കര ചൂടുള്ള സ്ഥലത്ത് നമുക്ക് യെല്ലോ, ഓറഞ്ച് ഷെയ്ഡ്സ് കാണും. കുറച്ചുകൂടെയും തണുത്ത ഏരിയാസിൽ ഗ്രീൻ, ബ്രൗൺ ഷെയ്ഡ്സും നമുക്ക് കാണാൻ പറ്റും. സോ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിസിറ്റർ സെൻറ്ററിലേക്ക് പോയി. ഇവിടെ യെല്ലോസ്റ്റോണിൻ്റെ ജിയോളജി, ഹിസ്റ്ററി, വൈൽഡ് ലൈഫ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടുത്തെ കഫേ പോയി ഒരു കപ്പ് കാപ്പിയും കുടിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.